വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ VFAയുടെ ഒഫീഷ്യലി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. VFAയിൽ ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററിയിൽ ഫസ്റ്റ് വരുന്നത് യൂറോപ്യന്മാരുടെ വരവും സംഭാവനയുമാണ്. ഇത് ഞാൻ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരെ കുറിച്ച്, പോർച്ചുഗീസുകാരെ കുറിച്ചാണ് കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നാളെ ഇടുന്ന ക്ലാസ്സിൽ മറ്റ് അവരുടെ സംഭാവനകളും ഡച്ചുകാർ അങ്ങനെ കുറച്ചുകൂടി ഇടുന്നതായിരിക്കും. ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യാം. യൂറോപ്യന്മാരുടെ വരവ്. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികൾ ആരാണ്? ഡച്ചുകാരാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികളാണ് ഡച്ചുകാർ. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അത് പോർച്ചുഗീസുകാരല്ല, അത് അറബികളാണ്. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമമാണ്, നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു കോഡ് അറിയാം അല്ലേ? പോഡ ബീഫി എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കാറുള്ളത്. പോർച്ചുഗീസ്, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അപ്പം ഇത്രയും കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പോർച്ചുഗീസുകാർ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡഗാമ. വാസ്കോഡഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? KM പണിക്കറാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ചെറിയ രീതിയിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്, അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആരാണ്? ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയ ഡേറ്റ് എന്നാ? 1498 മെയ് 20. വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയ ഡേറ്റ് ആണ് 1498 മെയ് 20. രണ്ടാമതായി എത്തിയ വർഷം 1502. അവസാനമായിട്ട് എത്തിയത് അല്ലെങ്കിൽ വൈസ്രോയി ആയിട്ട് എത്തിയത് എന്നാണ്? 1524. വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം ചോദിച്ചായിരുന്നു. റീസെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യനാണ്. 1524 ഡിസംബർ 24. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിൻ്റെ തുടക്കമെന്ന് വിശേഷിപ്പിച്ച ആരാണ്? KM പണിക്കരാണ്. അതുപോലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആരാണ്? പോർച്ചുഗീസുകാരാണ്. വാസ്കോഡഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് 1498 മെയ് 20. രണ്ടാമതായി എത്തിയത് 1502. രണ്ടാമതായി എത്തിയത് 1502 അവസാനമായിട്ട് എത്തിയത് അല്ലെങ്കിൽ വൈസ്രോയി ആയിട്ട് എത്തിയത് എന്ന 1524. വാസ്കോഡഗാമ അന്തരിച്ച വർഷം 1524 ഡിസംബർ 24. വാസ്കോഡഗാമയുടെ ഭൗതിക അവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ജെറോണിമസ് കത്തീഡ്രൽ ലിസ്ബണിലാണ്. വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ്. ഇനി നമുക്ക് പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള കുറച്ച് വസ്തുതകൾ നോക്കാം. പോർച്ചുഗീസ് കമ്പനി, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കമ്പനി സ്ഥാപിച്ചത് എന്നാണ്? 1628. ആ വർഷം നോക്കി വെച്ചേക്കാം, 1628. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഏതൊക്കെയായിരുന്നു? ഗോവ, ദാമന്തിയു. ഗോവയും ദാമന്തിയുമായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം 463 വർഷമുണ്ടായിരുന്നു. ആദ്യമായി ഇന്ത്യയിൽ എത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപൂർ സുൽത്താനിൽ നിന്നാണ്. ആരിൽ നിന്നാണ്? ബീജാപൂർ സുൽത്താനിൽ നിന്നാണ്. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ ദ്വീപ്. പോർച്ചുഗീസ് രാജാവ് ആർക്ക്? ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് കൊടുത്ത ഒരു പ്രദേശമാണ് ബോംബെ ദ്വീപ്. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറലായിരുന്നു ആന്റോണിയോ വാസലോ ഇ സിൽവ. ഈ ഒരു ക്വസ്റ്റ്യനും റീസെൻ്റ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. നിങ്ങൾക്കിത് അറിയാമെങ്കിൽ റിവിഷൻ കേൾക്കാണ്ട് സ്കിപ്പ് ചെയ്ത് പോവാം. ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇതൊക്കെ അവർക്ക് പുതിയ അറിവായിരിക്കും, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. പോർച്ചുഗീസ് കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് 1628. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളാണ് ഗോവയും ദാമന്തിയും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യമുണ്ടായത് 463 വർഷം. ആദ്യമായി ഇന്ത്യയിലെത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടു പോയതാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപൂർ സുൽത്താനിൽ നിന്നാണ്.
പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ ദ്വീപ്. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ ആരാണ്? ആന്റോണിയോ വാസലോ ഇ സിൽവ. പോർച്ചുഗീസ് വൈസ്രോയിമാരാണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടെ ചിത്രമാണ്. അദ്ദേഹമാണ് ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. 1505 നിയമിതനായത്. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. 1505 ഇന്ത്യയിൽ നീലജലനയം ആവിഷ്കരിച്ചു. 5 ദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തി. അൽമേഡ കണ്ണൂർ കോട്ട നിർമ്മിച്ചത് 1505 അൽമേഡ ഇന്ത്യയിൽ നിന്ന് തിരിച്ചുപോയത് 1509 അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അൽമേഡയെ കുറിച്ച് വേണ്ട കാര്യങ്ങൾ. ഞാൻ ഈ ഒരു ക്ലാസ്സിൽ വേണ്ട കാര്യങ്ങൾ മാത്രം, അത് PSC ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. വലിച്ചു വാരി പഠിച്ചിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടെ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി അടുത്തൊരു വൈസ്രോയി ആണ് അൽബുക്കർക്ക്. 1509 തൊട്ട് 1515 വരെയാണ് കാലഘട്ടം. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. ഇന്ത്യയിലെ രണ്ടാമത് പോർച്ചുഗീസ് വൈസ്രോയി ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നു. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചു. അപ്പം നീലജലനയം ആരാ കൊണ്ടുവന്നത്? അതാരാണ്? അത് അൽമേഡയാണ്. കണ്ടോ, നീലജലനയം അൽമേഡയാണ്. ഇവിടെ പറഞ്ഞത് എന്താണ്? മിശ്ര കോളനി സമ്പ്രദായം. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ചു. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചു. വർഷം 1503. ഇമ്പോർട്ടൻ്റ് ആണ്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആണ്. സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം എന്നാണ്, അതൊന്ന് തിരുത്തി പഠിക്കുക, നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. 1515 ഡിസംബറിലാണ് ആരന്തരിക്കുന്നത്? അൽബുക്കർക്ക് അന്തരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കുക. ഈ അൽമേഡയുടെ കേസിൽ ഇമ്പോർട്ടൻ്റ് എന്താണ്? ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. നീലജലനയം, കണ്ണൂർ കോട്ട നിർമ്മിച്ചു. അതുപോലെ തന്നെ 5 ദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ട ബലപ്പെടുത്തി. മിശ്ര കോളനി സമ്പ്രദായവും ഗോവ പിടിച്ചടക്കിയതും പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചതും സതി നിരോധിക്കുകയും ചെയ്ത ആരാണ്? അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനം ഏതായിരുന്നു? കൊച്ചിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇമേജൊക്കെ ഒന്ന് കണ്ട് തലയിൽ ആ ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റും അല്ലേ? കൊച്ചിയിൽ പോയിട്ടുള്ളവർ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി ഭാഗത്തൊക്കെ പോയിട്ടുള്ളവർക്ക് ഈ ഒരു ചിത്രം ഫെമിലിയർ ആയിരിക്കും. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനമാണ് കൊച്ചി. പിൽക്കാല തലസ്ഥാനമാണ് ഗോവ. 1503 പോർച്ചുഗീസുകാരും സാമൂതിരിയും ആരൊക്കെ തമ്മിലാണ്? പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി. 1540 പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി. അപ്പോൾ ആരൊക്കെ തമ്മിൽ എന്ന് ഏത് സന്ധി കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗവുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നതിന് തടയാൻ വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു പാസ്സാണ് എന്ത്? കാർട്ടസ് എന്ന് പറയുന്നത്. ഇതും റീസെൻ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലി മരക്കാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്നൊരു കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. തുഫത്തുൽ മുജാഹിദീൻ. ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് തുഫത്തുൽ മുജാഹിദീൻ്റെ കർത്താവ്. ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് തുഫത്തുൽ മുജാഹിദീൻ്റെ കർത്താവ്. പോർച്ചുഗീസ് അധിനിവേശത്തെപ്പറ്റി വിവരിക്കുന്ന മറ്റു ഗ്രന്ഥങ്ങളാണ് ഫത്തുൽ മുബീൻ. ഫത്തുൽ മുബീൻ ആരാ രചിച്ചത്? ഗാസി മുഹമ്മദ് ആണ്. എന്നാൽ ഫാദുൽ മുജാഹുദ്ദീൻ ആരുടെയാണ്? സൈനുൽ അബ്ദീൻ്റെ ആണ്. ഫാദുൽ മുജാഹുദ്ദീൻ സൈനുൽ അബ്ദീൻ്റെ ആണ്. ഇത് തന്നെയാണ് ഇവിടെയും ഞാൻ കൊടുത്തിരിക്കുന്നത്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ തലസ്ഥാനമാണ് കൊച്ചി. പിൽക്കാല തലസ്ഥാനമാണ് ഗോവ. 513 ഏത് സന്ധിയാണ്? കണ്ണൂർ സന്ധിയാണെങ്കിൽ 540 പൊന്നാനി സന്ധി. കാർട്ടസ് എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ തുഫത്തുൽ മുജാഹിദീൻ്റെ കാര്യങ്ങളും ഷെയ്ഖ് സൈനുദ്ദീൻ എന്താ രചിച്ചത്, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കാം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് നുനോഡ കുൻഹ. ആരാണ്? നുനോഡ കുൻഹ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ ഏതാണ്? ചാലിയം കോട്ട. മരക്കാർ കോട്ട നിർമ്മിച്ചതാരാ? കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. ചാലിയം കോട്ട പിടിച്ചെടുക്കുകയും പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. ഇന്ത്യ സമരത്തിലെ അധിപൻ, അതായത് മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ചത് കുഞ്ഞാലി മരക്കാർ നാലാമനാണ്. കുഞ്ഞാലി മരക്കാരെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്നുകൂടെ നോക്കാം.
കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. അത് പണിതത് ആരാണ്? നുനോഡ കുൻഹയാണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നു. മരക്കാർ കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. അദ്ദേഹം തന്നെയാണ് ചാലിയം കോട്ട പിടിച്ചെടുക്കുകയും പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തത്. കുഞ്ഞാലി മരക്കാർ നാലാമന്റെ വിശേഷണങ്ങളാണ് ഇന്ത്യൻ സമരത്തിലെ അധിപൻ. ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ. ഇന്ത്യൻ സമുദ്രത്തിലെ എന്നാക്കുക. ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ചതാണ് കുഞ്ഞാലി മരക്കാർ നാലാമൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ സന്ധികളൊന്ന് പഠിക്കുക, തലസ്ഥാനങ്ങൾ എങ്ങോട്ടൊക്കെയാണ് മാറ്റിയത്, കാർടെക്സ്, ഓരോ കൃതികളും അത് എഴുതിയ ആളുകളുടെ പേര്. പിന്നെ പഠിക്കാനുള്ളത് ഈ ഫ്രാൻസിസ്കോ ഡി അൽമേഡയും അതുപോലെ തന്നെ അൽബുക്കർക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ ടേബിളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസിലി അത് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് ഈ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാ സ്ഥാപിതമായത്, എത്ര നാൾ ഇവർ ഇവിടെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ സിലബസ് കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക. സെപ്റ്റംബർ 19 എക്സാം എന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. റിവിഷനും ക്ലാസ് കാണുക, അതുപോലെ SCERT ഒക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങളുടെ PSC പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്